ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു നല്ല കിടുക്കാച്ചി മീൻകറി ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതേ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതയ്ക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ചതച്ചെടുക്കണം. പിന്നെ അതേ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും കൂടെ ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചേക്കണേ കേട്ടോ, കുഴച്ച്. പിന്നെ ഇതേ മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അയിലയും മാങ്ങയും കൂടെ ചാറ് വെക്കാനാട്ടോ. അപ്പോൾ അതങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തേക്കണേ. പിന്നെ ഇത് ഉലുവ, പിന്നെ ഇത് ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായി. ഇനി അതിലോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലോട്ട് ഉലുവ ഇടാം. ഉലുവ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലോട്ട് ചതച്ച് വെച്ചേക്കണേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് വഴറ്റി അതിൻ്റെ ഒരു പച്ചമണം നന്നായിട്ട് മാറണം. ഇപ്പോൾ ഒന്ന് ഏകദേശം വഴണ്ടി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞ് നമുക്ക് ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. ചെറിയ വെള്ളത്തിൽ, ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചേക്കണേ അത് ചേർത്ത് നന്നായിട്ട് വഴറ്റി ചെറു തീയിലിട്ട്, അപ്പോൾ സിമ്മിലിട്ടിട്ടുണ്ട് കേട്ടോ, ചെറു തീയിലിട്ട് വഴറ്റി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. എണ്ണ തെളിഞ്ഞു, തീ ഇച്ചിരി കൂടുതലിട്ടപ്പോൾ പുക വന്നു തുടങ്ങി. അപ്പോൾ എണ്ണ തെളിഞ്ഞു, എന്നിട്ട് സിമ്മിലിട്ട് എണ്ണ തെളിഞ്ഞു കേട്ടോ. തെളിഞ്ഞു, അതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം കേട്ടോ അത്. വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒത്തിരി ചാറ് വേണ്ട, കാരണം തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇനി അത് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞ് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണം മാങ്ങ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണമല്ല, മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് ഒന്ന് നന്നായിട്ട് തിളച്ചിട്ടാണ് നമുക്ക് മീൻ കഷ്ണം ഇടാവുള്ളൂ, എന്നാലാണ് പുളി ഇറങ്ങുള്ളൂ. മാങ്ങ ഇട്ട് തിളച്ചു. ഇനി അതിലോട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണം ഇട്ട് കൊടുത്തത് മീൻ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഇച്ചിരി വെള്ളം ചേർത്ത് ഞാൻ അരച്ച് വെച്ചേക്കണം കേട്ടോ. ഇച്ചിരി അധികം വെള്ളം ചേർത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി അതിലോട്ട് അരിച്ച് വേണം ഒഴിക്കാൻ. ആ തേങ്ങ അരപ്പോട് കൂടി ചേർക്കരുത്, അരിച്ചൊഴിച്ച്. അപ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് ഈ കറിക്ക് ഇങ്ങനെ ചേർക്കുമ്പോൾ അരപ്പിനേക്കാട്ടിലും. അപ്പോൾ അതേ അരിച്ചൊഴിച്ച് അതിലോട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ അതേ കണ്ട മീൻ എണ്ണയൊക്കെ തെളിഞ്ഞ് കിടക്കണേ കണ്ടോ. അതിലോട്ട് ഈ തേങ്ങ അരപ്പ് അരിച്ച് ചേർത്തു. അപ്പോൾ പാകത്തിനൊന്ന് വെന്ത് കുറുകി നല്ല ടേസ്റ്റായിട്ട് ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഇനി അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല, ഇത് മതി. അപ്പോൾ നമ്മുടെ സൂപ്പർ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട്